മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ നടന്ന ചർച്ചയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള നേതാവ് ബി ഗോപാലകൃഷ്ണൻ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ളത് പ്രത്യേകം സകല ആളുകളും ശ്രദ്ധിക്കണം. ബി ഗോപാലകൃഷ്ണൻ എത്രത്തോളം മാന്യനായിട്ടുള്ള വ്യക്തിയാണ്. ഇതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മറ്റാരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളത് പോലും സകല ആളുകളും ചിന്തിക്കണം. ഞാൻ ഏതായാലും ആ ഒരു ചെറിയ ഭാഗം ഇവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒരു ചാനൽ ചർച്ചയിൽ നിന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഞാനും തമ്മിൽ, സുരേഷ് അത് പറയുന്നതിൽ വിരോധമില്ലെങ്കിൽ ഞാൻ പറയാം, ഞാനും തമ്മിൽ ചർച്ച കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലേക്ക് പോന്നു. സാധാരണ നമ്മൾ ആ ചർച്ച വാസ്തവത്തിൽ ഏഷ്യാനെറ്റിലാണെന്നാണ് എൻ്റെ ഓർമ്മ. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, 1-2 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ആ ചർച്ച കഴിഞ്ഞ് ഞാൻ വെളിയിലേക്ക് പോകുമ്പോൾ എന്നെ സാധാരണ ചർച്ച കഴിഞ്ഞ് പോകുമ്പോൾ പലരും വിളിക്കും, ഇത് പറഞ്ഞത് ശരിയായി, ഇത് പറഞ്ഞത് ശരിയായില്ല, നമുക്കിങ്ങനെ പറയാമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആളുകൾ വിളിക്കാറുണ്ട്. അങ്ങനെ ഒരു കോളായിരിക്കും എന്ന ധാരണയിൽ ഒരു പെൺകുട്ടി, ഇന്ന് ഞാനത് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ പരസ്യമായി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം ഇന്നത്തെ ഈ ന്യൂസ് അവറിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് സുരേഷിന് അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ നിർത്താം, അല്ലെങ്കിൽ അതെന്നെ അനുവദിച്ചാൽ ഞാനത് പറയാം. കാരണം അത് അറിയേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ്, അതായത് ഞാൻ ഈ ഫോൺ കോൾ എടുക്കുമ്പോൾ ഒരു ലേഡി, ഒരു വനിതയാണ് അപ്പുറത്ത്. അപ്പോൾ ആ സ്ത്രീ എന്നോട് ചോദിച്ചു നമസ്കാരം. അപ്പോൾ ഞാൻ നമസ്കാരം. ആ സ്ത്രീയുടെ പേര് പറഞ്ഞു, ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിങ്ങനെ, അപ്പം ഞാൻ ചോദിച്ചു എന്താണാവോ വിളിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് പോയപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത ഓപ്പോസിറ്റായിട്ടുള്ള ആ യുവ നേതാവിനെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അറിയാം, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് അദ്ദേഹം. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വലയത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ട ഞാൻ സംസാരിക്കാറുണ്ട്, ഞങ്ങൾ അറിയുന്ന ആളാണ്. എന്നാൽ ഒരു കാര്യം താങ്കളോട് പറയട്ടെ, താങ്കളെക്കുറിച്ച് എനിക്കറിയാം, അവർ പറഞ്ഞതാണ്, താങ്കളെക്കുറിച്ച് എനിക്കറിയാം, താങ്കളുമായി സംസാരിക്കാൻ പറ്റിയ ഒരു സംസ്കാരമുള്ള ആളല്ല ആ മനുഷ്യൻ. അപ്പം ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു, എന്താണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു സഹപ്രവർത്തകയാണ്. ഞാൻ KSUവിലെ ഒരു പ്രവർത്തകയായിരുന്നു. അയാളുടെ സ്വഭാവം സ്ത്രീകളുടെ അടുത്ത് വളരെ മോശമാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പം ഞാനൊന്ന് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഉടനെ ആ സ്ത്രീ ഒരു പരാമർശം നടത്തി. ഞാനിത് ഈ എല്ലാ സോഷ്യൽ മീഡിയയിലും മുഴുവൻ ഇന്ന് ആ ചിത്രം കാണിച്ചിട്ടുള്ള ഏർപ്പാടാണ്, അതുകൊണ്ട് ഞാനത് വീണ്ടും ഇവിടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സ്വഭാവമാണ് അയാളുടേത് കേട്ടോ എന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടില്ലേ, ഒരു സ്ത്രീ. പ്രത്യേകം ചിന്തിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം KSUക്കാരിയായിട്ടുള്ളൊരു സ്ത്രീ ബി ഗോപാലകൃഷ്ണനെ വിളിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാട്ടുകോഴിയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോലും ബി ഗോപാലകൃഷ്ണൻ മുന്നോട്ട് വെച്ചത് സകല ആളുകളും ചിന്തിക്കണം. ഈ ചർച്ചയിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ വിഷയം എൻ്റെ ഭാര്യയോട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാര്യ ഉൾപ്പെടെ അവരുടെ കുടുംബം എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് അത് വ്യക്തിപരമല്ലേ, നമ്മൾ അതിന്റെ പിന്നാലെ പോവണ്ട എന്നുള്ളത്. അവരുടെ സഹപ്രവർത്തകർ അത്തരത്തിൽ അന്വേഷിക്കണ്ട എന്ന്. അതായത് ബി ഗോപാലകൃഷ്ണൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പിന്നാലെ പോയിട്ട്, അതായത് ആ സ്ത്രീ വിളിച്ചതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ വാദം ഉന്നയിക്കായിരുന്നു. എന്നാൽ ബി ഗോപാലകൃഷ്ണൻ എന്ന മാന്യനായിട്ടുള്ള വ്യക്തിഹത്യ ചെയ്യുന്നതിനെ അംഗീകരിക്കുന്നില്ല. അവരുടെ കുടുംബം, നമ്മൾ പ്രത്യേകം ഓർക്കണം, ഈ ബി ഗോപാലകൃഷ്ണനെയൊക്കെ തോന്നിയതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തില് വിളിച്ചു പറയാറുള്ള അന്തി ചർച്ചകളിലൊക്കെ. എന്നിട്ട് പോലും നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ഒരു മാന്യത. KSUക്കാരിയായിട്ടുള്ള ഒരാള്, ഒരു സഹപ്രവർത്തക തന്റെ അനുഭവം പറഞ്ഞിട്ട് പോലും അത് വ്യക്തിപരമാണ്, അത് പറയുന്നത് ശരിയല്ല എന്ന രീതിയിൽ. ശരിയാണ്, ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ വിളിക്കുമ്പോഴേക്ക് നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നത് ഒരു ശരിയില്ല, ഒരു വ്യക്തിപരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇനി എന്റെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം, ഇത് നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ആയിരുന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് ഇങ്ങനെ ഒരു സ്ത്രീ വിളിച്ചത് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അതിന്റെ പിന്നാലെ നടന്ന് വ്യക്തിഹത്യയും അവരുടെ കുടുംബത്തെയും സകലതിനെയും അവര് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തില് അപമാനിക്കുമായിരുന്നു. ഇത് വെറുതെ പറയല്ല. ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തില്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സുരേഷ് ഗോപിയുടെ കുടുംബ വീട്ടിലേക്ക് പോലും കൊല്ലത്ത് നടന്നിട്ടുണ്ട്.
കുടുംബത്തെ പോലും വിടാതെയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംഘടനയും സുരേഷ് ഗോപിക്ക് പിന്നാലെ നടന്നിട്ടുള്ളത്. സുരേഷ് ഗോപിക്ക് വോട്ടു ചെയ്ത ആളുകൾ അപ്പനില്ലാത്ത ആളുകളാണ് എന്നത് ഉൾപ്പെടെ കള്ള വോട്ടാണ് എന്ന് കള്ളം നിരന്തരം വിളിച്ചു പറഞ്ഞു. ഒരു തെളിവുമില്ലാത്തത് നിരന്തരം വിളിച്ചു പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീ, ഒരു സഹപ്രവർത്തക കാട്ടുകോയിയാണ് എന്ന് പറഞ്ഞിട്ടും അത് ബി ഗോപാലകൃഷ്ണന്റെ ആ ഉയർന്നു നിൽക്കുന്ന ഒരു മാന്യത, അദ്ദേഹത്തിന്റെ ആ ഒരു സംസ്കാരം എന്നാണ് നമ്മൾ അതിനെ വിലയിരുത്തേണ്ടത്. വ്യക്തിപരമായിട്ട് ചെയ്യുന്നത് ശരിയല്ല, നമുക്ക് രാഷ്ട്രീയപരമായിട്ടാണ് എതിർക്കേണ്ടത് എന്ന ആ ഒരു വളരെ മൂല്യമുള്ള സംസ്കാരത്തെ ബോധമുള്ള സകല ആളുകളും അദ്ദേഹത്തിന് അതിന് അഭിനന്ദനങ്ങൾ അറിയിക്കണം. സകല പൊതുസമൂഹവും പൊതുജനം ഒരു വ്യക്തമായിട്ട് ഒരു കാര്യം തിരിച്ചറിയണം. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ വ്യക്തിപരമായിട്ട് പോലും സകലരെയും കടന്നാക്രമിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ഗതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടുള്ളത്. കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ദൈവം നേരിട്ട് കൊടുത്തിട്ടുള്ള ശിക്ഷയാ രാഹുൽ മാങ്കൂട്ടത്തിന്. തോന്നിയതായിരുന്നു ബി ഗോപാലകൃഷ്ണനെതിരെയൊക്കെ വിളിച്ചു പറഞ്ഞത്. അന്ന് അതിന് ഒരു വ്യക്തമായിട്ടുള്ള മറുപടിയും കൊടുത്തത്. എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് താൻ ഒരു കാട്ടുകോയിയാണ് എന്നുള്ളതും പരസ്യമായിട്ട് നമ്മുടെ കേരളത്തിലെ നമ്മളത് കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. പരസ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ കാട്ടുകോയി എന്ന് വിളിച്ചതും ബി ഗോപാലകൃഷ്ണൻ എന്തുകൊണ്ട് വിളിച്ചു? പരസ്യമായിട്ട് ബി ഗോപാലകൃഷ്ണനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചത് കൊണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഒരു നെറികെട്ട അഹങ്കാരത്തിന്റെ ഒരു അങ്ങേയറ്റത്തെ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി തോന്നിയതുപോലെ ബി ഗോപാലകൃഷ്ണനെ വിളിച്ചു പറഞ്ഞ സമയത്ത് താനൊരു കാട്ടുകോയിയാണ്, തന്നെ കാട്ടുകോയി എന്നാണ് ഇവിടെ വിളിക്കാറുള്ളത് എന്നുള്ളതും വ്യക്തമായിട്ട് ഒരു ചാനൽ ചർച്ചയിൽ ബി ഗോപാലകൃഷ്ണൻ പ്രഖ്യാപിച്ചതാണ്. ഇവിടെ ബി ഗോപാലകൃഷ്ണന്റെ ഒരു സംസ്കാരം, ആ ഒരു മഹത്വം സകല ആളുകളും മനസ്സിലാക്കുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് എന്താണ് എന്നുള്ളത് വ്യക്തിപരമായിട്ട് ഒരു വിഷയം വരുമ്പോൾ അതിനെ മുതലെടുക്കാതെ അത് മാറ്റി നിർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായിട്ട് ആളുകൾ വരുന്നത്? ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ, ഈ 2-3 കൊല്ലം മുമ്പേ ആണ് ബി ഗോപാലകൃഷ്ണനെ ഒരു സ്ത്രീ വിളിച്ചത്. അന്ന് MLA അല്ല, ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് മാത്രമാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ് ഇന്ന് MLA ആയി നാളെ ഭരണം കിട്ടിയ ഒരു മന്ത്രിയൊക്കെ ആയാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ കാണുന്നവരെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുമ്പോ അതിനനുസരിച്ച് സംവിധാനം പോലും അവന്റെ ഒപ്പമുണ്ടാവില്ലേ? ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു MLA മാത്രമാണ്, ഭരണം പോലും കയ്യിലില്ലാഞ്ഞിട്ട് എന്തൊക്കെ നെറികേടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. ഹൂ കേഴ്സ് എന്നാണ് നിരന്തരം വിളിച്ചു പറഞ്ഞത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ ഒരു മന്ത്രിയായാൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിലെ അവസ്ഥ? ഏതായാലും ഈ സമയത്ത് നിരവധി പരാതി വന്ന് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസിനും ആത്മാഭിമാനമുള്ള ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജിവെപ്പിക്കണം. യൂത്ത് കോൺഗ്രസിന് മാത്രം പോരാ മാനം രക്ഷിക്കല്, പാലക്കാടൻ ജനത, കേരള ജനതക്ക് മാനം രക്ഷിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പാലക്കാട് MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തില് രാജിവെച്ചേ പറ്റൂ. ഈ ഗോപാലകൃഷ്ണന്റെ ആ ഒരു മാന്യത, സംസ്കാരം, ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതും പൊതുസമൂഹം വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കുക.